എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്നത്തെ വീഡിയോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും ഇന്ന് സ്വിമ്മിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത കിക്കിംഗ് പ്രാക്ടീസാണ്. ബിഗിനേഴ്സിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കിക്കിംഗ് പ്രാക്ടീസ് കൊടുത്താണ്. ഇനി നമ്മൾ പൂളിലേക്ക് ഇറങ്ങുവാണ്. ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലാഡറിൽ പിടിച്ച് ഓരോ സ്റ്റെപ്പ് വെച്ച് വേണം ഇറങ്ങാൻ. സേഫ്റ്റി മസ്റ്റാണ്. ഈ രീതിയിൽ തന്നെ വേണം കേട്ടോ പൂളിലേക്ക് ഇറങ്ങാൻ. അങ്ങനെ അവർ രണ്ടുപേരും വെള്ളത്തിലിറങ്ങി. രണ്ടുപേർക്കും സ്വിമ്മിങ് അറിയത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം അവരെ ഒന്ന് വാക്കിങ് ചെയ്യിപ്പിക്കും. പൂളിൽ ഒന്ന് കാല് ജസ്റ്റ് ഒന്ന് വൈഡാക്കി വെച്ച് വാക്ക് ചെയ്യുകയാണ്. വാക്ക് ചെയ്ത ശേഷമാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രീത്തിങ് എക്സസൈസാണ്. ബ്രീത്തിങ് മസ്റ്റാണ്. ബ്രീത്തിങ് പഠിച്ചാലേ ഉള്ളൂ നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് ഇവരെ കണ്ടിന്യൂ ചെയ്യിക്കാൻ പറ്റുള്ളൂ. അപ്പം ബ്രീത്തിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് വാ തുറന്നിട്ട് ബ്രീത്ത് എടുത്തിട്ട് വെള്ളത്തിനടിയിൽ ക്ലോസ് ചെയ്യണേ. ക്ലോസ് ചെയ്തിട്ട് വേണം വെള്ളത്തിനടിയിലേക്ക് പോകാൻ. എന്നിട്ട് മൂക്കിൽ കൂടെ ബ്രീത്ത് ഔട്ട് ചെയ്യണേ. അപ്പോൾ ബബിൾസ് പോലെ വരും. അത് കഴിഞ്ഞിട്ട് വീണ്ടും തല പൊക്കി പിന്നെയും ബ്രീത്ത് എടുത്ത് തല താത്തണേ. അത് നമ്മളൊരു 50 ടൈംസ് ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്യും. ബബിളിങ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുമേ. വെള്ളത്തിനോടുള്ളൊരു ചെറിയ പേടിയൊക്കെ മാറും. അപ്പോൾ രണ്ടുപേർക്കും ബബിളിങ് എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ അവരത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇത് ബബിളിങ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത് ഫ്ലോട്ടിങ്ങിലേക്കാണ് പോകുന്നത്. ബോഡി ഫ്ലോട്ട് ചെയ്യിക്കാൻ നോക്കും. അടുത്തായി ഇവർ ചെയ്യുന്നത് ഫ്ലോട്ടിംഗ് ആണ്. ബ്രീത്ത് ഹോൾഡ് ചെയ്താണ് ഫ്ലോട്ട് ചെയ്യുന്നത്. ഈ ആദ്യം സ്ട്രെയിറ്റ് ആക്കി പിടിക്കണേ. കൈ സ്ട്രെയിറ്റ് ആക്കി പിടിച്ച് എൽബോ ബെൻഡ് ആകാനേ പാടില്ല. പിന്നെ നേരെ ഹെഡ് ഡൗൺ ചെയ്ത് ഫ്രീ ആയിട്ട് ബോഡി ഫ്രീ ആയിട്ട് കിടക്കുക. ടൈറ്റ് ചെയ്യാതെ കിടക്കണേ. എങ്കിലേ ബോഡി ഫ്ലോട്ട് ആവുള്ളൂ. എല്ലാവർക്കും ഒന്നും ആദ്യം ഫ്ലോട്ടിങ് ശരിയാകണമെന്നില്ല. പക്ഷേ അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഫ്ലോട്ടിങ് കിട്ടും. പ്രാക്ടീസ് ചെയ്ത് ഇത് സ്വിമ്മിങ് എന്നല്ല, ഏത് ഒരു ഈവൻറ്റും നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇവരെ അടുത്ത ലെവലിലേക്ക് നമുക്ക് വിടാതെ ഫ്ലോട്ട് ചെയ്ത് കിക്ക് ചെയ്യിക്കാൻ. അപ്പോൾ ഫ്ലോട്ട് ചെയ്ത് കിക്ക് ചെയ്യുമ്പോൾ അവർ തല നേരെ താത്തി വെച്ച് ബ്രീത്ത് ഹോൾഡ് ചെയ്ത് കിക്ക് ചെയ്യാനാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. പിന്നെ ലാൻഡ് ചെയ്യുമ്പം ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് എണീക്കണേ. ഇത് ഇവരുടെ സെക്കൻഡ് ഡേയിലെ ക്ലാസ്സാണ്. ഇനി ഇവരെ കൊണ്ട് കിക്കിങ് ചെയ്തുകൊണ്ട് തന്നെ തല പൊക്കി ബ്രീത്ത് എടുപ്പിക്കാനാണ്. ഈ ബ്രീത്ത് എടുക്കാൻ തല പൊക്കുമ്പോൾ പലരും എന്നാ ചെയ്തെന്നറിയാം, ലെഗ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. ലെഗ് സ്റ്റോപ്പായാൽ ഫുള്ള് ഇപ്പോൾ ബോഡി ലാൻഡ് ആവും. പിന്നെ അത് അവിടെ തീർന്ന ഫ്ലോട്ടിങ് കിക്കിങ്. അപ്പോൾ കിക്കിങ് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ട് തന്നെ ബ്രീത്ത് എടുക്കണേ. നീന്തൽ പഠിക്കുന്നതിന് പ്രായമൊന്നും ഒരു പ്രശ്നമല്ല. അങ്ങനെ ഇവരുടെ ഇന്നത്തെ വീഡിയോസ് കഴിഞ്ഞു. ഇനി അടുത്ത ലെവലിലേക്ക് ഇവർ പോകുന്ന വീഡിയോ ആയിട്ട് വരാതെ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരാളെന്ന് പറഞ്ഞാൽ വേദികയാണ്. വേദിക ആൾ 5 വയസ്സേ ഉള്ളൂ പ്രായം. പക്ഷേ പുള്ളിക്കാരി അത് പേടിയുണ്ടായിരുന്നു. ഇപ്പം 25 മീറ്റർ ചെയ്യും. 12 ഓൾറെഡി 25 മീറ്റർ ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും തരണം. ഇനി പുതിയൊരു വീഡിയോ ഒക്കെ വരാം. അപ്പോൾ എല്ലാവർക്കും കൊടുക്കുക. വൈദിക ആദ്യമൊക്കെ കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പേടിയൊക്കെ മാറി പുള്ളിക്കാരി